ഹായ്, നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുധീർ കിബർ. IT മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളിലെ തട്ടിപ്പുകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ പറയാം എന്നെക്കുറിച്ച്. കാരണം എൻ്റെ ചാനലിൽ അത്തരം വീഡിയോസൊക്കെ നിരവധി വീഡിയോസ് അവൈലബിൾ ആണ്. അതൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു തട്ടിപ്പ് മാനിഫെസ്റ്റേഷൻ കോച്ചുകൾ. ഇങ്ങനെ പല രീതിയിൽ ലോ ഓഫ് അട്രാക്ഷൻ, മാനിഫെസ്റ്റേഷൻ, റൈക്കി ഹീലിംഗ്, ഡിസ്റ്റൻസ് ഹീലിംഗ് എന്ന് വേണ്ട വിദ്യാസമ്പന്നരായ അഭ്യസ്ത വിദ്യരായ മലയാളികൾ ഏറ്റവും കൂടുതൽ തട്ടിപ്പിലേക്ക് പോയിട്ട്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു തരുമെന്നൊക്കെ പറഞ്ഞിട്ട് മണ്ടത്തരത്തിൽ വിശ്വസിച്ച് ലക്ഷക്കണക്കിന് രൂപ പൊട്ടിച്ചു കളയുന്ന മനുഷ്യർ. അവരെ കുറിച്ച് ചെറിയതായിട്ട് ഒന്ന് പറഞ്ഞുതരാൻ, അല്ലെ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അവർക്ക് ഇതൊക്കെ പറ്റുന്നത്, എങ്ങനെയാണ് ഈ തട്ടിപ്പുകാർ നിങ്ങളുടെ പണം അപഹരിക്കുന്നത്, ഈ കാര്യത്തെക്കുറിച്ച് ഒരു ചെറിയ ഇൻട്രോയിലൂടെ, ചെറിയ ഒന്ന് രണ്ട് എക്സ്പ്ലനേഷനിലൂടെ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ റിലേറ്റബിൾ ആണെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഈ സമൂഹത്തിൽ നിന്നും വലിയ രീതിയിൽ കൊള്ളയടിച്ച് പണക്കാരായി കോടീശ്വരിമാരായിട്ട് ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ എന്തൊക്കെയോ നേടി എന്ന് ഈ പാവം മനുഷ്യരെ തെറ്റിദ്ധരിപ്പിച്ച് വീണ്ടും അവരുടെ വെൽത്തും പ്രോസ്പെരിറ്റിയും കാണിച്ചുകൊണ്ട് പുതിയ പുതിയ ഇരകളെ പിടിക്കുന്ന കുറേ എണ്ണം ഇത്തരം തട്ടിപ്പ് മേഖലയുമായിട്ട് ഇന്ന് സമൂഹത്തിൽ വളരെ ആക്റ്റീവായിട്ട് പാവം മനുഷ്യരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള ഒരു വീഡിയോ ആണ്. അതിന്റെ റിയാലിറ്റി ചെക്ക് നിങ്ങൾക്ക് നടത്തുവാനുള്ള ലോജിക്കൽ തിങ്കിങ്, യുക്തിപരമായി ഒന്ന് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം തരാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, പരമാവധി ഒന്ന് കാണാനെങ്കിലും ശ്രമിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും ഇത്തരം തട്ടിപ്പിൽ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ ഒരു 15 മാനിഫെസ്റ്റേഷൻ എടുക്കുകയാണ്. 15 ഹാർഡ്ലി മാനിഫെസ്റ്റേഷൻ. എന്ത് കാര്യമുണ്ടെങ്കിലും എഴുതി വെച്ചും ബുക്കിൽ എഴുതിയും പേപ്പറിൽ എഴുതിയും 24 മണിക്കൂറും അതിനെക്കുറിച്ച് ചിന്തിച്ചും പറഞ്ഞും ആലോചിച്ചും അത് വെള്ളത്തിൽ കലക്കി കുടിച്ചും നടക്കുന്ന 15 മാനിഫെസ്റ്റേഷൻ. 15 പേര് ഒരു ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു ഗ്രൂപ്പിൽ വന്ന ഈ 15 പേരും കോമൺ ആയിട്ടുള്ള ആളുകളല്ല, പല പല സ്ഥലങ്ങളിലുള്ള ആളുകളാണ്. പക്ഷേ 15 പേരും 15 സ്ഥലങ്ങളിൽ നിന്നും വന്നേക്കുന്ന മാനിഫെസ്റ്റേഴ്സ് ആണ്. അവരെല്ലാവരും പല പല ഗ്രൂപ്പുകളിലാണ്, എല്ലാവരും ജോലി അന്വേഷിക്കുന്നതാണ്. അപ്പോൾ ആക്ഷൻ എടുക്കണം എന്നാണല്ലോ മാനിഫെസ്റ്റേഴ്സിനോട് ഈ മെന്റേഴ്സ് എപ്പോഴും പറയുന്ന. ആക്ഷൻ എടുക്കും. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുക, അപ്പം നിങ്ങളുടെ കൂടെ കാലം നിൽക്കും എന്നൊക്കെയാണ്. ഇവർ ഒരു ജോലിയുടെ ഇന്റർവ്യൂ കണ്ടു. അപ്പോൾ ആ ജോലിക്ക് പോകാൻ തയ്യാറാവുന്ന 15 മാനിഫെസ്റ്റേഴ്സ് ആണ് നമ്മളുടെ ഈ കഥയിലെ പ്രധാന നായകൻ. 14 പേരും തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 8 മണിക്ക് പുറപ്പെടുന്ന ഒരു ബസ്സിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുവാൻ വേണ്ടി എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന 14 പേരും തിരുവനന്തപുരം വരെയുള്ള ആ ഒരു മേഖലയിൽ നിന്നും വണ്ടിയിൽ കയറുന്നു. അപ്പൊ എല്ലാവരും അവിടുന്ന് തന്നെ റിസർവേഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇത് കൂടാതെ ഈ 15ാമത്തെ ആള് രാധചേച്ചിയാണ്. കൊല്ലം എന്ന് പറയുന്ന ജില്ലയിലാണ്. ഇവർ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. എല്ലാവരും ബസ് ഇത്രയും കൃത്യമായിട്ട് എത്തണം, ഞങ്ങൾക്ക് ഈ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റണം, ഞങ്ങൾക്ക് ഈ ജോലി കിട്ടണം. ഇതൊക്കെ 1000 വട്ടം എഴുതിയ മാനിഫെസ്റ്റേഴ്സ് ഒക്കെയാണ് ഈ ബസ്സിൻ്റെ അകത്തുള്ളത് ഗൈസ്. 14 പേര് അങ്ങനെയൊക്കെ എഴുതി. 15ാമത്തെ ആള് രാധചേച്ചിയും ഇതൊക്കെ അറിഞ്ഞു. രാധചേച്ചിയും കുത്തിയിരുന്ന് ടച്ചിന് എഴുതി 1000 പ്രാവശ്യം ഈ ജോലി എനിക്ക് കിട്ടും. അവിടുത്തെ തൂപ്പുകാരി നോട്ട് കെയർ. നല്ല കമ്പനിയാണ്, ഹൈ ലെവൽ കമ്പനിയാണ്. സോ നല്ല സാലറി ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് രാധചേച്ചിയും ഇതേ കണ്ടീഷനിൽ മാനിഫെസ്റ്റ് ചെയ്ത് 1500 പ്രാവശ്യം എഴുതി ഈ ജോലി എനിക്ക് കിട്ടിയിരിക്കുന്നു, ഈ ജോലിയിൽ ഞാൻ അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നു, ഈ ജോലി കൊണ്ട് കിട്ടിയ ആദ്യത്തെ ശമ്പളം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ബൈക്കും കാറും ഒക്കെ വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് മാനിഫെസ്റ്റേഷൻ തകർക്കുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ 14 പേര് തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ 8 മണിക്ക് കുളിച്ചൊരുങ്ങി റെഡിയായി വന്ന് ബസ്സിൽ കയറിയിരുന്നു. ബസ് ഓടിത്തുടങ്ങി. രാധചേച്ചി രാവിലെ എഴുന്നേറ്റപ്പോൾ ഇച്ചിരി ലേറ്റായി പോയി. എപ്പോഴും എഴുന്നേക്കുന്നല്ലോ എഴുന്നേറ്റ്. അപ്പോഴേ രാധചേച്ചിക്ക് പെട്ടെന്ന് ഓർമ്മ, അയ്യോ എനിക്ക് എറണാകുളത്ത് ഇന്റർവ്യൂവിന് പോകണമല്ലോ, ബസ്സിൽ ഞാൻ ടിക്കറ്റൊക്കെ റിസർവ് ചെയ്ത് വെച്ചേക്കാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ രാധചേച്ചി പണികളൊക്കെ തീർക്കാൻ തുടങ്ങുന്ന സമയത്ത് രാധചേച്ചിക്ക് മനസ്സിലായി, എങ്ങനെയൊക്കെ പിടിച്ചാലും 10 മണിക്ക് കൊല്ലം സ്റ്റാൻഡിൽ എത്തുക എന്ന് പറയുന്നത് ഇത്തിരി പ്രശ്നമാണ്. ചിലപ്പോൾ 10:30 ആവും. അപ്പോൾ രാധചേച്ചി മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ആ ബസ് എന്തൊക്കെ ചെയ്താലും എൻ്റെ ബസ് എനിക്ക് കിട്ടണം, അല്ലേ? നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന അങ്ങനല്ലേ. നമുക്ക് എന്താ, നമ്മുടെ ആഗ്രഹം എന്താണ്, നമുക്ക് വേണ്ടത് എന്താണ്, നമ്മളത് നമ്മളിലേക്ക് ആവാഹിക്കുകയാണല്ലോ മാനിഫെസ്റ്റേഷൻ. അപ്പോൾ രാധചേച്ചി ആവാഹിക്കാൻ തുടങ്ങി. ആ ബസ് എൻ്റെ സമയത്ത് ഞാൻ അവിടെ എത്തുമ്പോൾ എനിക്ക് ബസ് കിട്ടണം, ആ ബസ് എനിക്ക് നഷ്ടപ്പെടാൻ പാടില്ല. അത് നഷ്ടപ്പെട്ടാൽ എനിക്ക് പിന്നെ പോകാൻ പറ്റത്തില്ല, എൻ്റെ കയ്യിൽ വേറെ ഇനി ഭർത്താവിനോട് പൈസ ചോദിക്കാൻ പറ്റത്തില്ല, ആകെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ആ ബസ് എനിക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെടരുത്, ആ ബസ് എനിക്ക് കിട്ടണമെന്ന് പറഞ്ഞ് രാധചേച്ചി കൊണ്ട് മാനിഫെസ്റ്റേഷൻ തുടങ്ങി. കട്ടയ്ക്ക് മാനിഫെസ്റ്റേഷൻ, നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും എല്ലാം, പണി ചെയ്യുമ്പോഴും മുഴുവനും ആ ബസ് എനിക്ക് കിട്ടണം എന്ന് പറയും മാനിഫെസ്റ്റേഷൻ. പക്ക മാനിഫെസ്റ്റേഷൻ. അങ്ങനെ രാധചേച്ചി 10:25 ആയപ്പോഴാണ് ഓടിപ്പടച്ച് സ്റ്റാൻഡിൽ എത്തുന്നത്. ഓടിച്ചെന്ന് കൗണ്ടറിൽ ചെന്ന് അന്വേഷണങ്ങൾ വിഭാഗത്തിൽ ചോദിച്ചു, അതെ സാറേ, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഇന്ന ബസ് പോയോ?
ഇല്ല മാഡം, അത് ബസ് വരുന്നതേ ഉള്ളൂ. രാധ ചേച്ചിക്ക് ഇതിൽ പോലെ ഒരു സന്തോഷമില്ല. കാര്യം 10 മണിക്ക് കൃത്യമായിട്ട് പോകുന്ന ബസ് അന്ന് 10:25 സ്റ്റാൻഡിൽ എത്തിയിട്ടില്ല. ബസ് എത്തുമ്പോൾ 10:30. അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ഇരുന്നിട്ടാണ് രാധ ചേച്ചി ബസ്സിൽ കയറുന്നത്. അപ്പോൾ രാധ ചേച്ചിയുടെ അണപ്പും കിതപ്പും ഓടി വന്ന ആ ഒരു ശ്വാസം മുട്ടലൊക്കെ മാറി രാധ ചേച്ചി വളരെ ഹാപ്പി ആയിട്ട് ബസ്സിന്റെ സീറ്റിൽ കയറി ഇരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, ബസ്സിന്റെ സീറ്റ് റിസർവ്ഡ് ആണ്. പക്ഷെ രാധ ചേച്ചി ഇതൊക്കെ മറന്നുപോയി. രാധ ചേച്ചി റിസർവ് ചെയ്ത കാര്യമൊക്കെ അങ്ങ് മറന്നു. രാധ ചേച്ചി സീറ്റിൽ കയറി ഉടനെ തന്നെ വാട്സപ്പ് തുറന്നു. എന്നിട്ട് മറ്റേ അവരുടെ മെന്റർ ആരാണോ അവരുടെയൊക്കെ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങോട്ട് തുറന്നിട്ട് അതിൻ്റെ അകത്ത് അങ്ങോട്ട് പറഞ്ഞു, ഇന്ന് ഭയങ്കര അത്ഭുതം ഉണ്ടായി. എന്നും 10 മണിക്ക് പോകുന്ന ബസ്സാണ്. ആ ബസ്സിലാണ് ഞാൻ എറണാകുളത്ത് പോകാൻ വേണ്ടി ടിക്കറ്റ് റിസർവ് ചെയ്തിരുന്നത്. പക്ഷെ എൻ്റെ ടീച്ചറെ, എൻ്റെ മാനിഫെസ്റ്റേഷന്റെ പവർ അത് പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല. എൻ്റെ മാനിഫെസ്റ്റേഷൻ പവർ കാരണം കൊണ്ട് ഇന്ന് ബസ് 1/2 മണിക്കൂറാണ് ലേറ്റ് ആയത്. 1/2 മണിക്കൂർ ലേറ്റായ ബസ്സിന്റെ അകത്ത് സീറ്റ് കിട്ടി. ആ സീറ്റിൽ ഇരുന്നിട്ട് ടീച്ചറോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ ലൈക്ക് വരുന്നു, കമന്റ് വരുന്നു, ലവ് വരുന്നു. പറയണ്ട, ലവ് ബോംബിങ്ങിന്റെ ഒരു പ്രളയമാണ് ആ ഗ്രൂപ്പിൽ അങ്ങനെ നടക്കുന്നത്. രാധ ചേച്ചി എല്ലാവരും പൊക്കുന്നു, യു ആർ വെരി ഗ്രേറ്റ്, കൺഗ്രാറ്റുലേഷൻ ഡിയർ. ബസ്സിൽ സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞത് റിസർവേഷൻ ചെയ്തിട്ടാണെന്ന് പോലും ആരും മെൻഷൻ ചെയ്യുന്നില്ല. ഓക്കെ, പോട്ടെ. അങ്ങനെ ബസ്സിൽ സീറ്റ് കിട്ടിയ സന്തോഷം. അപ്പൊ തന്നെ നമ്മുടെ ടീച്ചറൊക്കെ വരുന്നു, പറന്നു വന്നിട്ട് പറയുന്നു, ഗായ്സ് നോക്കൂ ഗായ്സ്, കണ്ടോ മാനിഫെസ്റ്റേഷന്റെ പവർ. രാധയ്ക്ക് ഇനി ജോലിയും കൂടെ ഉറപ്പാണ്. സീറ്റ് മാത്രമല്ല, ബസ് മാത്രമല്ല, അവരുടെ സമയം തെളിഞ്ഞിരിക്കുന്നു. അതിന്റെ തെളിവാണ് ഇതെന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രൊമോഷൻ ഇത് കണ്ട രാധ ചേച്ചി സന്തോഷത്തോടുകൂടി വീണ്ടും വീഡിയോയിൽ വന്നിട്ട് പറയുന്നു, ഞാൻ മാനിഫെസ്റ്ററാണ്, ഞാനൊരു മനോഹരമായി മാനിഫെസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ബസ്സിൽ സീറ്റ് കിട്ടിയ വ്യക്തിയാണ്. എന്റെ ജീവിതത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ പറഞ്ഞാൽ തീരില്ല. പോട്ടെ, ആദ്യത്തെ 14 പേര് അല്ലെ, തിരുവനന്തപുരത്ത് നിന്ന് വന്ന 14 പേര്, ആ 14 പേരുടെയും ബസ് ലേറ്റ് ആണ്. ആ 14 പേരെ സംബന്ധിച്ച് അവർ 1 മണിക്ക് എത്തണമെന്ന് മാനിഫെസ്റ്റ് ചെയ്തത് ഫെയിലാണ്. ആരെങ്കിലും അതിന് നോട്ടീസ് ചെയ്തോ? ഇല്ല അല്ലെ. 14 പേർക്ക് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രപഞ്ചം മുഴുവൻ കൂട്ടുനിന്നിട്ട് ഈ 14 പേരുടെ മാനിഫെസ്റ്റേഷൻ ഫെയില്, ഇവരുടെ പാസ്. ഇവരുടെ വിശ്വാസം ഇവർ തള്ളി മറിച്ചു, ഗ്രൂപ്പിലിട്ടു. അത് ക്ലിക്ക്, വൈറൽ വീഡിയോ. അടുത്ത 1000 പേര് ആ ട്രാപ്പിലേക്ക് വന്നു. നിങ്ങളിത് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. പക്ഷെ ആ 14 പേരും കൃത്യസമയത്ത് എത്തണമെന്ന് വിചാരിച്ച് അവര് അന്നെത്തുമ്പോൾ ഈ ഒരു ടൈം ലൈൻ വെച്ച് പറഞ്ഞാൽ പോലും അത് 1 മണിക്ക് എത്തേണ്ട ബസ് 1:30 ആകും. 1/2 മണിക്കൂർ ലേറ്റ് ആണ് അല്ലേ. ഇന്റർവ്യൂ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സ്വാഭാവികമായിട്ടും ലേറ്റായി ചെന്ന് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ഇന്റർവ്യൂവിലേക്ക് ഇവരെല്ലാവരും എന്തായാലും ബസ് ലേറ്റ് ആയതാണ്, അങ്ങനെ 10-15 പേർ ഒന്നിച്ച് വന്നതല്ലേ, കൺസിഡറേഷൻ കൊടുത്തു. കമ്പനി കൺസിഡറേഷൻ കൊടുത്തു, ഇവരെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ അനുവദിച്ചു. ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഈ ഇന്റർവ്യൂ എടുക്കുന്നത് ഒരു AI ബോട്ടാണ്, അല്ലെങ്കിൽ വീഡിയോ കോൺഫറൻസിലൂടെ AI ബോട്ടിനോടാണ് സംസാരിക്കേണ്ടത്. അവിടെ ചെന്നിട്ട് ഞാൻ 1000 പ്രാവശ്യം ഇത് എഴുതി വെച്ചത് കൊണ്ട് എനിക്ക് ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ ജോലി കിട്ടുമോ? ഞാൻ ഈ ജോലിക്ക് വേണ്ടി ഇത്രയും അഹോരാത്രം പണിയെടുത്ത് 1000ഉം 1500ഉം 100ഉം 150ഉം പ്രാവശ്യം ഞാൻ എഴുതി അത് കലക്കി വെള്ളത്തിൽ കുടിച്ചു എന്ന് പറയുന്ന ജോലി കിട്ടുമോ? ഇല്ല. അവിടെ എംപ്ലോയീസിന്റെ എന്തൊക്കെയാണ് അവരുടെ എബിലിറ്റീസ്, അവരതിന് എലിജിബിൾ ആണോ, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്, അവരുടെ എക്സ്പീരിയൻസ് എന്താണ്, ഇങ്ങനെ നിരവധി ക്രിറ്റേരിയയിലൂടെയാണ് ഈ ഒരു ജോലി അവർക്ക് കിട്ടുക. അല്ലാതെ കഴിവില്ലാത്ത ഒരുത്തന്, മാനിഫെസ്റ്റ് ചെയ്ത ഒരുത്തന്, വെറുതെ ഇരുന്ന് സ്വപ്നം കണ്ട് പണം ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്ന ഒരുത്തന് ഒരു കാരണവശാലും ഒരു കമ്പനിയും ജോലി കൊടുക്കില്ല. അതാണ് അതിന്റെ ഫാക്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ജോലി കിട്ടുന്ന ആളുകൾ അതിൻ്റെ അകത്ത് 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അവിടെ 10 വേക്കൻസി ഉണ്ടെങ്കിൽ 14 പേരിൽ നിന്നും 5 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. ബാക്കിയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ പൊക്കോ, നിങ്ങൾക്ക് ഇവിടെ ജോലിയില്ല, നിങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കാറ്റഗറിയിലുള്ള ആളുകളല്ല. അവർ പറയും, സ്വാഭാവികമാണ്. ആ 5 പേര് വീണ്ടും പറയും, മാനിഫെസ്റ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ആണോ? അത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടാണോ? അല്ല, അവരുടെ എഫിഷ്യൻസി, അവരുടെ എഫർട്ട്, അവര് പഠിച്ച വിദ്യാഭ്യാസ യോഗ്യത, അവർ എക്സ്പീരിയൻസ്ഡ് ആണോ എന്ന കാര്യങ്ങൾ ഇതൊക്കെ അനലൈസ് ചെയ്തിട്ടാണ് അവിടുത്തെ ഇന്റർവ്യൂ ബോർഡ് അവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തത്. അപ്പോഴും ജോലി കിട്ടിയിട്ടില്ല. അവർ 5 പേര് മെസ്സേജ് ഇടും ഗ്രൂപ്പിൽ, ബാക്കി 10 പേര് നിശബ്ദരായിട്ട്, 15 പേരിൽ 10 പേര് നിശബ്ദരായിട്ട് മിണ്ടാതെ കിട്ടിയില്ല. രാധ ചേച്ചിയും പറയും, ടീച്ചറെ ഞാൻ ശ്രമിച്ചു, പക്ഷെ ഞാൻ ഇനിയും മാനിഫെസ്റ്റ് ചെയ്യും. കാര്യം രാധ ചേച്ചിക്ക് ആദ്യം തന്നെ ബസ് കിട്ടിയതാണ്. അപ്പൊ ഇത് എത്രത്തോളം ഇതിൻ്റെ അകത്ത് തട്ടിപ്പാണ്, മനുഷ്യന്റെ സൈക്കോളജിക്കൽ സ്റ്റേറ്റുകളെ മുതലെടുത്തുകൊണ്ട് നടത്തുന്ന ഇത്തരം തട്ടിപ്പിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഓരോ കാര്യങ്ങളും ഇതുപോലെ എന്താണ് നിങ്ങളുടെ ലൈഫിൽ അതിൻ്റെ അകത്ത് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് വിശദീകരണം തരുന്ന വീഡിയോകൾ ഞാൻ ഈ ചാനലിൽ കൂടെ ചെയ്യാം.
നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. ഇത് ആളുകളിലേക്ക് എത്തിച്ച് അവർക്ക് പണം പോകുന്ന 2000-വും 3000-വും കൊടുത്തിട്ട് ഇത്തരം ആളുകളുടെ അടുത്ത് പോയിട്ട് ഓവർ പോസിറ്റിവിറ്റി അല്ലെങ്കിൽ ടോക്സിക് പോസിറ്റിവിറ്റി വാങ്ങി അണ്ണാക്കിൽ തിരികി അവസാനം സ്വന്തം കഴിവുകളിൽ പോലും വിശ്വാസമില്ലാതെ വിക്ടിം ബ്ലെയിം എന്ന് വെച്ചാൽ ഈ മാനിഫെസ്റ്റേഷൻ നടന്നില്ലെങ്കിൽ അവർ പറയുക അത് നിങ്ങളുടെ കുഴപ്പമാണ്, നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് ഗായ്സ്, നിങ്ങൾക്ക് വിശ്വാസമില്ല ഗായ്സ്, നിങ്ങളുടെ കൂടെ നെഗറ്റീവ് പറയുന്ന ആളുകളുണ്ട് ഗായ്സ്, നിങ്ങളുടെ നെഗറ്റീവ് മെന്റാലിറ്റിയാണ് ഗായ്സ്. കംപ്ലീറ്റ് കുറ്റം നമ്മുടെ നെഞ്ചത്ത്. നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാ ചെന്ന് കയറിയത്, ആ പൈസ ഉപയോഗിച്ചിട്ട് ആ BMW ഓടിയും ഇത്രയും ബെൻസും ഒക്കെ വാങ്ങുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മറ്റുള്ളവനെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിയിട്ട് ആ പൈസ കാണിച്ചിട്ട് അതിന്റെ ഹുങ്ക് കാണിച്ചിട്ട് അതിന്റെ പ്രൗഢി കാണിച്ചിട്ട് കോടീശ്വരന്മാരാണ് എന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ വെയർ ഫ്രം ദ ഏണിങ്സ് കം എന്ന് ചോദിച്ചാൽ, എവിടെ നിന്ന് ഈ പണം വന്നു എന്ന് ചോദിച്ചാൽ, ഈ പാവപ്പെട്ട നിരാലംബരായ നിരാശ്രയരായ സ്വന്തം ജീവിതത്തിൽ അവർക്കൊന്നുമാകാൻ പറ്റിയില്ല എന്ന് വിഷമിച്ചിരിക്കുന്ന ആളുകളെ മുതലെടുത്തിട്ടാണ്, പറ്റിച്ചിട്ടാണ്, തട്ടിപ്പ് നടത്തിയിട്ടാണ്. അതുകൊണ്ട് അവരെ കണ്ണുമടച്ച് ഞാൻ വിളിക്കും തട്ടിപ്പുകാരെന്ന്. അത്തരം തട്ടിപ്പുകാരുടെ തട്ടിപ്പുകളിൽ പോയി വിട്ട് നിങ്ങളുടെ പണം നഷ്ടപ്പെടുത്താതിരിക്കുക എന്നതാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങോട്ട് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് മിന്നിച്ചേക്ക്. ഇതിന്റെ കണ്ടിന്യൂഷൻ, ഈ എക്സാമ്പിൾ കുറേ ഉണ്ടല്ലോ, അപ്പോൾ ഇതിന്റെ കണ്ടിന്യൂഷനായിട്ട് നമുക്ക് വീണ്ടും ഇത്തരം തട്ടിപ്പുകളെ തുറന്നു കാണിക്കുന്ന വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെയൊക്കെ ഒരു ലൈക്കിലൂടെയോ ഇത്തരം തട്ടിപ്പിൽ പെട്ടിട്ടുണ്ടെങ്കിൽ പലരും തുറന്നു പറയാൻ മടിക്കും. കാരണം സങ്ക് കോസ്റ്റ് ഫാലസി എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജിക്കൽ സ്റ്റേറ്റ് ആണത്. നമ്മൾ എന്തെങ്കിലും ഒരു തട്ടിപ്പിൽ പെട്ടാലും നമുക്കത് തുറന്നു പറഞ്ഞാൽ ഞാൻ ഇത്രയും പൊട്ടനായിരുന്നു എന്ന് നാട്ടുകാർ അറിയുമോ എന്ന് ചിന്തിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിങ്ങളും പെട്ടുപോകും. അതുകൊണ്ട് നിങ്ങൾ തുറന്നു പറയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്കറിയാവുന്ന ആളുകളോടെങ്കിലും ഇത് തട്ടിപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ അതിൽ പോയി പെടരുത് എന്ന് പറയാനുള്ള സാമാന്യ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എങ്കിലും കാണിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്നും ഞാൻ സൈൻ ഓഫ് ചെയ്യുന്നു. തീർച്ചയായിട്ടും മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം, സ്നേഹപൂർവ്വം സുധീർ കബീർ സൈനിങ് ഓഫ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.